സുഹൃത്തുക്കളെ, ഒരു സംസ്ഥാന മന്ത്രി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. സംസ്ഥാന മന്ത്രി എന്ന് പറയുമ്പോൾ ഭരണഘടനയെ അടിസ്ഥാനമാക്കി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി തന്നെ നമ്മുടെ ചൂരൽമല, അതേപോലെ മുണ്ടക്കൈ ദുരന്തത്തിന് കാരണമെന്ത് എന്ന് കൃത്യമായി തുറന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും കൗതുകകരമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരുപക്ഷേ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ആരും തന്നെ അത്തരമൊരു വിവാദത്തിലേക്ക് പോകാതെ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി വന്നൊരു പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. മന്ത്രി കെ ഗണേഷ് കുമാറാണ് ഈ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം പാറക്വാറികളുടെ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. സമീപ ജില്ലകളിലെ ക്വാറികളുടെ പ്രവർത്തനമാണ് ദുരന്തത്തിൻ്റെ മുഖ്യ കാരണം. പാറ പൊട്ടുമ്പോഴുണ്ടാകുന്ന ഉഗ്രശബ്ദം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ക്വാറികളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ദുരന്തമുണ്ടായത് ഒരു പരിധിവരെ മലപ്പുറം ബോർഡറാണ്, തൊട്ട് താഴെ കോഴിക്കോടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഉരുൾപൊട്ടലിന് കാരണമായി കൃത്യമായി പാറക്വാറികളെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിതീവ്ര മഴ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിലപാട് വ്യക്തമാക്കിയത്. ഇതുവരെ ആരും അങ്ങനെ ഈ പാറക്വാറികളെക്കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞിട്ടില്ല. മാധവ ഗാഡ്ഗിലിനെ പോലെയുള്ളവർ ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതും സമാനമാണ്. അതായത് ഗണേഷ് കുമാർ പറഞ്ഞതിന് സമാനമാണ്. അതിശക്തമായ മഴ അടക്കം, അതിങ്ങനെ പോവുകയാണ്, അതിശക്തമായ മഴയടക്കം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സ്വാഭാവികമായ കാരണങ്ങളുണ്ടാകാം. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തികൾ കാരണമാണ് ദുരന്ത സാധ്യത കൂടുന്നത്. സംസ്ഥാനത്ത് നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നു. പലതിനും പിന്നിൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. സംസ്ഥാനത്തെ 85% ക്വാറികളും അനധികൃതമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നിലെ അഴിമതി അവസാനിപ്പിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. ദുരിതം അനുഭവിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ സംഘടിക്കുന്നത്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണെന്നും അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്തായാലും ഗാഡ്ഗിൽ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അത് ഇത്തരം ചില സമയങ്ങളിൽ ചിലർ അദ്ദേഹത്തെ പറ്റി പരാമർശിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചകൾ ആണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് സർക്കാർ, ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരും ആദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറിച്ചൊരു കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് പഠനം നടത്തിക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തത്. പക്ഷേ അതിനോടും വലിയ എതിർപ്പുണ്ടാകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പരിധിവരെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം വല്ലാതെ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് മുൻകൂട്ടി കണ്ട് ഗാഡ്ഗിലിൻ്റെ പേരാരും പറയുന്നതിന് മുൻപ് തന്നെ ഇനിയിപ്പോൾ ചിലർ ഗാഡ്ഗിലിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ച തന്നെ. അതായത് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതിരോധം തീർത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാറക്വാറികളാണ് ഇതിൻ്റെ പ്രശ്നത്തിന് കാരണമെന്ന വാദത്തിൽ നിന്ന് പലപ്പോഴും പ്രതിപക്ഷം പോലും ഈ ഒരു ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകകരമായ ഒന്ന്, പ്രതിപക്ഷം അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളിലേക്കൊന്നും ഉന്നയിക്കാതെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില ദൗത്യങ്ങളിലാണ് അവർ പങ്കാളികളായിരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സാധാരണ ഒരു ദുരന്തമുണ്ടായ ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുന്ന രീതിയാണുള്ളത്. ഇതുവരെ ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ രാഷ്ട്രീയമാണ്, ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, കോൺഗ്രസ് നേതാക്കളടക്കം, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം ഇതിനൊപ്പം ഒരു പരിധിവരെ സർക്കാരിനെ വിമർശിക്കാൻ പോലും ആ നിലയിൽ തയ്യാറായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ലോക്സഭയിൽ CPM അടക്കമുള്ള MP-മാരുടെ, രാജ്യസഭയിൽ അടക്കം MP-മാരുടെ ആവശ്യത്തിന് മറുപടിയായാണ് കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് കേരളത്തിൻ്റെ വീഴ്ച, കേരളം എന്തുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചില്ല എന്ന് അമിത്ഷാ ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിലൊരു അത് ആവേശപൂർവ്വം BJP നേതാക്കളും സംസ്ഥാനത്ത് അത്രത്തോളം ഉയർത്തിയില്ല എന്നുള്ളതാണ്. അമിത്ഷാ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു വെച്ചു. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അമിത്ഷായ്ക്ക് മറുപടി പറയണം മുഖ്യമന്ത്രി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു വിവാദം കൊണ്ടുപോകാൻ സംസ്ഥാന BJP നേതൃത്വവും തയ്യാറായിട്ടില്ല. ഇപ്പോൾ BJPയും കോൺഗ്രസും എല്ലാം, ഇപ്പോൾ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും
സേവാഭാരതിയും അങ്ങനെ സർക്കാരിനെ എതിർക്കുന്ന സംവിധാനങ്ങളടക്കം വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലാണ്. എല്ലാ മനുഷ്യരും എല്ലാവിധ സംഘടനകളും വലിയ ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഇത് പോയിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിതീവ്ര മഴയാണ് ഇങ്ങനെ ദുരന്തത്തിന് കാരണം. മഹാപ്രളയമുണ്ടായപ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അത് തന്നെയായിരുന്നു. ഇത്തവണയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചതിൻ്റെ പല മടങ്ങ് മഴ പെയ്തു, അതാണ് ഉരുൾപൊട്ടലിന് കാരണം എന്നുള്ളത്. തീർച്ചയായും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും അതിൻ്റെ മറുപടികളുമൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ച ശേഷം ചർച്ചകളിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന മന്ത്രിയായ KB ഗണേഷ് കുമാർ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് ഗാഡ്ഗിൽ പറഞ്ഞ അതേ അഭിപ്രായം വളരെ കൃത്യമായി ആരോപിക്കുകയാണ് മന്ത്രി KB ഗണേഷ് കുമാർ. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് തന്നെ ഇപ്പോൾ MLA ആയിരുന്നു, ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് പല ആരോഗ്യവകുപ്പിനെ അടക്കം അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൈവിട്ട് പോകാറുമുണ്ട്. പണ്ട് VS അച്യുതാനന്ദനെതിരെ പറഞ്ഞത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞതൊക്കെ വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. തീർച്ചയായും ഗണേശൻ അങ്ങനെ കൈവിട്ട് പലപ്പോഴും സംസാരിക്കുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾ കൂടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇക്കാര്യത്തിൽ പാറക്വാറികളുടെ അടക്കം പങ്ക് പ്രകൃതി ചൂഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് പാറ വേണം, കെട്ടിട നിർമ്മാണം സംഭവിക്കണം, അതിനും പകരം മാർഗമെന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അപ്പോൾ ഈ ദുരന്തമുണ്ടാകുന്ന സ്ഥലത്തുള്ള മനുഷ്യർ അവിടെ അപകടം ഒരു എന്താ പറയുക തലയ്ക്കുമീലെ അപകടം വന്നിരിക്കുമ്പോൾ അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നതും എത്രത്തോളം ശരിയാണ്? ഇതിനൊക്കെ ബദൽ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഗണേശൻ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരിനെയും വെട്ടിലാക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ ഈ പ്രതികരണത്തോടെ എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. തീർച്ചയായും ഗതാഗത വകുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ CPM അദ്ദേഹത്തിന് പല താക്കീതും നൽകിയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അധികം പ്രതികരിക്കാതെ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു തുറന്ന പറച്ചിൽ നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്നത്. ഇതിനോട് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രതികരണമാണ് ഇനി പുറത്തു വരാനുള്ളത്. അത് വളരെ നിർണായകവുമാണ്. എന്തായാലും ഗണേശൻ പറഞ്ഞ സത്യമാണ്, അതിനെ എങ്ങനെ നിഷേധിക്കും? മഴ പറഞ്ഞുകൊണ്ടായിരിക്കും പ്രതിരോധിക്കാൻ സാധ്യത. എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ട് വയനാട് ദുരന്തം ഉണ്ടായി? ഗണേശൻ പറഞ്ഞത് ശരിയാണോ? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഒപ്പം ഒരു ലൈക്ക് തരാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും ഉടൻ തന്നെ കാണാം. തൽക്കാലം വിടവാങ്ങുകയാണ്. നന്ദി.